ശ്രീ ജലീൽ പുനലൂർ, 2008 അഹമ്മദാബാദ് സ്ഫോടനത്തിന്റെ ആ ശിക്ഷ ശരിവെച്ചുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഈ കേരളത്തിൽ നിന്നുള്ള 3 പേർക്ക് തൂക്കുകയർ വിധിച്ച ആ ശിക്ഷാ വിധി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ആലുവ സ്വദേശിയായ ഒരാളുടെ മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കാനുള്ള ആ ശിക്ഷയും ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഭീകരവാദ ബന്ധങ്ങൾ ഉയരുമ്പോൾ, ഭീകരവാദ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. കേരളം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന്റെ തുരുത്താണ്, ഇവിടെ വലിയ സാഹോദര്യമാണ് നിലനിൽക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇടത് വലതു മുന്നണികൾ ഈ പ്രശ്നത്തെ കാണാറുള്ളത്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പോലും അതിലൊരു പ്രതികരണം നടത്താനോ ഒരു വിഭാഗത്തെ ഒരു വിധത്തിലും നുള്ളി നോവിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടുത്തെ ഇടത് വലതു മുന്നണികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൗനം ഇങ്ങനെയുള്ള മതഭീകര ശക്തികൾക്ക് വളമിട്ട് നൽകുന്നതായുള്ള വിലയിരുത്തലും കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ശ്രീ ജലീൽ പുനലൂർ, നോക്കൂ, അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധി, ആ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി. ആ ഹൈക്കോടതി വിധിയെ മാനിക്കേണ്ടത് ജനാധിപത്യ ക്രമത്തിൽ ഏതൊരു പൗരന്റെയും ബാധ്യതയാണ്. എന്നാൽ ഒരു ഹൈക്കോടതി വിധി ഒരു രാജ്യത്തെ സംബന്ധിച്ച് അന്തിമമാണ് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അവർ അപ്പീൽ പോകും, സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. തീർച്ചയായിട്ടും ഏത് വിഭാഗമായാലും ഒരു രാജ്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതിനോട് ഒരു നിലയ്ക്കും, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഒരു നിലയ്ക്കും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നില്ല. എന്നാൽ ഈ ഇപ്പോൾ താങ്കൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ആ വർഗീയതയോ അല്ലെങ്കിൽ ഭീകരതയെ സംബന്ധിച്ച് പറയുമ്പോൾ, കൊടും ഭീകരതയുടെ ഒരു ഭാരത സ്റ്റോറിയുടെ പരമ്പര കഴിഞ്ഞ 10-70 വർഷക്കാലമായി പറയാനുള്ള ഒരു രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് നമ്മൾ കേരളത്തിലെ 3 യുവാക്കൾ തീവ്രവാദത്തിൽ പോയതിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകരുന്നതിന് മുമ്പ് ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ധീരോദാത്തമായ ചെറുത്തുനിൽപ്പും നേതൃത്വം നൽകിയ രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത് കടാര കുത്തി ഇറക്കിയ കൊടും ഭീകരനായ ഗോഡ്സയെ പോലെയുള്ള ആളുകളെ ഇന്നും പൂജിക്കുന്ന ഒരു രാജ്യത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 പേരുടെ ഭീകരതയ്ക്കെതിരായിട്ട് ചർച്ച ചെയ്യുന്നതോടുകൂടി നമ്മൾ ഓർക്കണം, ഒരുവിധ ഭീകരതയെയും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാനും എന്റെ പ്രസ്ഥാനവും. ഈ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹങ്ങളും അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ട സമൂഹങ്ങളുണ്ട്. ആസാമിന്റെയും ഭിവണ്ടിയുടെയും ജംഷഡ്പൂരിന്റെയും വാരണാസിയുടെയും അയോധ്യയുടെയും അലിഗഡിന്റെയും ഒക്കെ തെരുവോരങ്ങളിൽ കുന്നുകൂടപ്പെട്ട ആയിരക്കണക്കിന് കബന്ധങ്ങളുടെ കഥ പറയാനുണ്ട്. പിച്ചു ചീന്തപ്പെട്ട അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കഥകൾ പറയാനുണ്ട്. വയോവൃദ്ധന്മാരെ കൊന്നു തള്ളിയ കഥകൾ പറയാനുണ്ട്. ഇത് കേട്ടു വളർന്ന യുവാക്കളിൽ ഏതെങ്കിലും അവിവേകികൾ, അപക്വമതികൾ വികാരത്തിന് അടിമപ്പെട്ട് തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപദേശം നൽകി തിരിച്ചു കൊണ്ടുവരേണ്ടതും ജനാധിപത്യത്തിലും നീതിന്യായത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മാത്രമേ ഈ ഫാസിസത്തിനും സംഘപരിവാർ ഭീകരതയ്ക്കും എതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് രാജ്യത്ത് നടത്താൻ പറ്റൂ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒന്ന് പറയുന്നു, കണ്ണൂരിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ട് കാശ്മീരിൽ പോയി വെടിയേറ്റ് മരിച്ച ആ രാജ്യദ്രോഹിയുടെ മയ്യത്ത്, ശവം പോലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ കണ്ണൂരിലെ ആ ഉമ്മയുടെ അനുയായികളാകാനാണ് കേരളത്തിലെ 90 ലക്ഷത്തോളം വരുന്ന മുസ്ലിം സമൂഹം ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് ആരെങ്കിലും എവിടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്താൽ ഭീകരതയുടെ മുദ്ര ചാർത്തി വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോട് ഒരു നിലയ്ക്കും യോജിക്കാൻ സാധിക്കില്ല. ഒന്നുകൂടി പറയുന്നു, ഇപ്പോൾ ഈ കേസ് എടുത്തുവിട്ടിട്ടാണല്ലോ ചർച്ച നടത്തുന്നത്. ജാമിയ നഗർ സംഭവത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു 2 പേരെ. 22 വർഷമാണ് അവരുടെ നിത്യ യൗവനം തടവറയിൽ ഹോമിക്കപ്പെട്ടത്. സുപ്രീം കോടതി അവസാനം നിരപരാധികൾ എന്ന് പറഞ്ഞ അവരെ മക്ബൂൽ ഹസനെയും മറ്റൊരാളെയും തിരികെ വിട്ടു. രാജ്യത്തെ ജയിലറകളിൽ 90,000-ഓളം നിരപരാധികൾ കിടപ്പുണ്ടായിരുന്നു. ചാടയും പോട്ടയും എങ്ങനെയുണ്ടായി? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ DGP സാർ. കാരണം അദ്ദേഹം സർവീസിലിരുന്ന ആളാണ്. അദ്ദേഹത്തെ പോലെ സർവീസിലിരുന്ന 3-4 DGPമാർ, ഈ സമൂഹം ആദരിക്കേണ്ടവർ, ഈ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടവർ, സമൂഹത്തിന് നല്ല സന്ദേശം നൽകേണ്ടവർ റിട്ടയർഡ് ആയപ്പോൾ പോയത് ചാണകത്തിലേക്കാണ്, ഭീകരതയിലേക്കാണ്. അതും ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, രാജ്യത്ത് വിവാദമായ വിധികൾ പ്രസ്താവിച്ച എത്രയോ ജഡ്ജിമാർ
സ്ഥാനമൊഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഗവർണറാകുന്നു, BJP അധ്യക്ഷനാകുന്നു. അങ്ങനെ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും അതിവേഗികളും അപക്വമതികളും ശ്രീ ജലീൽ തീവ്രവാദത്തിലേക്ക് പുനലൂർ, പോകും. അത് അങ്ങ് പറയുന്നത് മനസ്സിലായി. പക്ഷേ 2004 മുതൽ 2014 വരെ ഈ രാജ്യം കണ്ടത് എന്താണെന്നത് കൂടി വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് മുൻ IPS ഉദ്യോഗസ്ഥർ അതുപോലെ ജഡ്ജിമാർ ഒക്കെ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് എന്നത് വളരെ കൃത്യമാണ്.